അഭിഷേക് വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ക്രിയേറ്റീൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ക്രിയേറ്റീൻ മോണോഹൈഡ്രേറ്റ്. എന്താണ് ക്രിയേറ്റീൻ? കുറെ ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് എന്താണ്, മരുന്നാണോ ലഹരിയാണോ? ഗൈസ്, സിമ്പിൾ ഫോമിൽ പറഞ്ഞാൽ ക്രിയേറ്റീൻ ഈസ് എ ന്യൂട്രിയന്റ്. ഇതൊരു ന്യൂട്രിയന്റ് ആണ്. ഇത് നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കും, ബട്ട് വളരെ കുറവ് ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ക്രിയേറ്റീൻ അടങ്ങിയിട്ടുണ്ട്. ഐ മീൻ മീറ്റ് അല്ലെങ്കിൽ ഫിഷ്, അങ്ങനത്തെ മാംസാഹാരത്തിൽ, നോൺ വെജ് ഫുഡിലാണ് കൂടുതൽ ക്രിയേറ്റീൻ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന്, എന്നെ പോലുള്ള വെജിറ്റേറിയൻസിന് ഇതുപോലുള്ള ക്രിയേറ്റീൻ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. എന്തുകൊണ്ട്? ഗൈസ്, നമ്മുടെ ലീൻ മാസ് വർദ്ധിപ്പിക്കാൻ ക്രിയേറ്റീൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് റിസർച്ച് സപ്ലിമെന്റ്സ് ഔട്ട് ദെയർ. ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യപ്പെട്ട ഒരു സപ്ലിമെന്റ് അതാണ്. കാരണം അതിന് അത്ര ബ്യൂട്ടിഫുൾ റിസൾട്ട് ആണ് കിട്ടുന്നത്. എന്താണ് ലീഗൽ ഫുഡ് സപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ പവർഫുൾ സപ്ലിമെന്റും റിസൾട്ട് തരുന്ന സപ്ലിമെന്റുമാണ് ക്രിയേറ്റീൻ. ഇത് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ? ഗൈസ്, ഇത് സിംപ്ലി നമ്മുടെ ATP വർദ്ധിപ്പിക്കും. ATP എന്താണ്? എഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. നമ്മുടെ സെൽസ്, ഓരോ സെൽസിലും മൈറ്റോകോൺട്രിയ ഉണ്ട്, പവർ ഹൗസ് ഓഫ് സെൽ. ഈ മൈറ്റോകോൺട്രിയയിൽ ഈ എനർജിയുടെ ഒരു ഫോമാണ് ATP, എഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ഇത് നമ്മുടെ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ക്രിയേറ്റീൻ നമ്മൾ യൂസ് ചെയ്താൽ, ഇതെന്ന് വെച്ചാൽ സപ്ലിമെന്റ് മാത്രമല്ല, ഭക്ഷണത്തിൽ കിട്ടുന്ന ക്രിയേറ്റീനും ഫുഡ് നമ്മുടെ സപ്ലിമെന്റിന്റെ ക്രിയേറ്റീനും വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നമ്മൾ ക്രിയേറ്റീൻ യൂസ് ചെയ്യുമ്പോൾ ATP പ്രൊഡക്ഷൻ വർദ്ധിക്കും. അത് നമുക്ക് എനർജി തരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ATP. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എനർജി, ഓൾറൈറ്റ്, ATP. ആൻഡ് ലീൻ മസിൽ മാസ് കൂട്ടാനും നമുക്ക് ക്രിയേറ്റീൻ വളരെയധികം സഹായിക്കുന്നതാണ്. സ്പെഷ്യലി നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. കുറെ ആൾക്കാർക്ക് സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഞാൻ പറയാം, ലാസ്റ്റ് ഫുള്ള് നിങ്ങൾ കാണും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ആൻഡ് ഗൈസ്, കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ട്. ഗൈസ്, ഒരിക്കലും ഇല്ല. ഇത് വാട്ടർ റിട്ടൈൻ ചെയ്യുന്നത് മസിലിന്റെ ഉള്ളിലാണ്, നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലല്ല, മസിലിന്റെ ഉള്ളിലാണ് ക്രിയേറ്റീൻ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇത് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടറും അതുപോലെ അതിന്റെ ഒപ്പം തന്നെ ന്യൂട്രിയൻസും മസിലിന്റെ അകത്തേക്ക് ഷട്ടിൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സൂപ്പർ സപ്ലിമെന്റ് ആണ് ക്രിയേറ്റീൻ. ഡെഫിനറ്റ്ലി നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ബട്ട് ഒരു കാര്യമുണ്ട് ഗൈസ്, ജെനുവിൻ സോഴ്സിൽ നിന്ന് മേടിക്കുക. ഒരു നല്ല ബ്രാൻഡിന്റെ ഫേക്ക് അല്ലാത്ത സപ്ലിമെന്റ്സ് നിങ്ങൾ മേടിക്കുക. നിങ്ങൾ ഫേക്ക് സപ്ലിമെന്റ്സ് മേടിക്കുമ്പോഴേക്കും അതിൽ മായങ്ങൾ കലർന്നിട്ടുണ്ടാകും കുറെ. അതുകൊണ്ട് നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് വരാം. അപ്പൊ നിങ്ങൾ ക്രിയേറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിറ്റ ആളെ പോയിട്ട്, ആ ഫേക്ക് സപ്ലിമെന്റ് ഉണ്ടാക്കിയ ആളെ പോയിട്ട് നിങ്ങൾ കുറ്റം പറയണം. സോ ഡെഫിനറ്റ്ലി ഒരു സേഫ് സപ്ലിമെന്റ് ആണ് ക്രിയേറ്റീൻ. റിസർച്ച് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ക്രിയേറ്റീൻ. അതോടൊപ്പം തന്നെ ATP വർദ്ധിപ്പിക്കും, നമുക്ക് സ്ട്രെങ്ത് തരും. നമുക്ക് സ്ട്രെങ്ത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിയേറ്റീൻ യൂസ് ചെയ്ത് നമുക്ക് സ്ട്രെങ്ത്. ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ 10 reps ഒക്കെ അടിക്കുന്ന സമയത്ത് ലാസ്റ്റ് 7-8 rep ആകുമ്പോൾ നമ്മുടെ മസിൽ ഫെറ്റീഗ് ആകുമ്പോൾ ATP പ്രൊഡ്യൂസ് ചെയ്ത് ഇത് നമ്മളെ ഒന്നും കൂടെ ലാസ്റ്റ് ഒരു 1-2 reps അടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ക്രിയേറ്റീൻ. ഞാൻ പേഴ്സണലി 2010 മുതൽ വർക്കൗട്ട് ചെയ്ത് വരുന്നു. ഇപ്പൊ ഏകദേശം 10 കൊല്ലത്തിൽ മേലെയായി ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു. ഫസ്റ്റ് 2 വർഷം ഞാൻ സപ്ലിമെന്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 2012 ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റീൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത തന്നെ ഡബ്ബികളാണ്, ഇനിയും കുറെ ഉണ്ട്. സോ ഇതൊക്കെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള സ്റ്റഫാണ്. ഇത് നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇനി ക്രിയേറ്റീൻ ആർക്കൊക്കെ യൂസ് ചെയ്യാം? ഗൈസ്, ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എസ്പെഷ്യലി വെജിറ്റേറിയൻസിന് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് എപ്പോൾ യൂസ് ചെയ്യണം? ഗൈസ്, ഇത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യാമെന്ന്. ബട്ട് എനിക്ക് പേഴ്സണലി വർക്കൗട്ടിന്റെ ആ ടൈമിന്റെ അടുത്താണ് യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യം. ഒന്നെങ്കിൽ വർക്കൗട്ടിന് മുമ്പ്, അതായത് പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യും. കാരണം ഓഫ് കോഴ്സ് ATP പ്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല, ഒരു പ്രീ വർക്കൗട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് യൂസ് ചെയ്ത ഒരു പ്ലസീബോ കിട്ടും. കാരണം നമുക്ക് എന്താ, പ്രീ വർക്കൗട്ട് എടുത്തു എന്നുള്ള ഒരു പ്ലസീബോ നമുക്ക് കിട്ടും. സോ ക്രിയേറ്റീൻ പ്രീ വർക്കൗട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആസ് പെർ ദ റിസർച്ച്, നമ്മൾ പോസ്റ്റ് വർക്കൗട്ട്, അതായത് വർക്കൗട്ടിന് ശേഷം ക്രിയേറ്റീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അബ്സോർപ്ഷൻ ബോഡിയിൽ കൂടും എന്ന് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പോസ്റ്റ് വർക്കൗട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എത്ര ഗ്രാംസ് എടുക്കാം ഇത്? ഗൈസ്, ആസ് പെർ ദ റിസർച്ച് 1 കിലോ ബോഡി വെയിറ്റിന് 0.1 gram ക്രിയേറ്റീൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സിംപ്ലി ഇപ്പൊ നിങ്ങൾ ഒരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 60 × 0.1 ദാറ്റ് ഈസ് 6 grams. 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 80 × 0.1 ദാറ്റ് ഈസ് 8 grams ഓഫ് ക്രിയേറ്റീൻ ആണ് ഡെയിലി റെക്കമെൻഡഡ് ഡോസേജ്. ഇത് നോർമൽ ഒരു വ്യക്തിക്കല്ല, ഒരു വർക്കൗട്ട് ചെയ്യുന്ന, അധ്വാനിക്കുന്ന, മസിൽ ടിഷ്യൂസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പെർഫോമിംഗ് ആത്ലീറ്റിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് ഈ പറഞ്ഞത്, 0.1 gram per kilogram. സോ നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടു ബി ഇൻ എ സേഫർ സൈഡ്, ഒരു സേഫ് സൈഡിൽ നിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു 5 grams. അതിൽ കൂടുതൽ അത്ര ആവശ്യമില്ല. നമുക്ക് 5 grams നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. വർക്കൗട്ടിന് മുമ്പോ വർക്കൗട്ടിന് ശേഷമോ, അല്ലെങ്കിൽ വർക്കൗട്ടിന് മുമ്പ് 2.5 gram, വർക്കൗട്ടിന് ശേഷം 2.5 gram.
സിമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രീ വർക്കൗട്ടിന്റെ ഒരു എഫക്ട് പോലെ നിങ്ങൾക്ക് അതും പ്ലസീബോ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മസിലിന്റെ അകത്തേക്ക് നേരെ ന്യൂട്രിയൻസ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് ഷട്ടിൽ ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല ലീൻ ബോഡി വർദ്ധിപ്പിക്കാനും അതിന്റെ അബ്സോർപ്ഷനും പോസ്റ്റ് വർക്കൗട്ട് വർദ്ധിക്കുന്നതാണ്. സോ അങ്ങനെ നമുക്ക് ചെറിയൊരു മാനിപ്പുലേഷൻ നടത്താം അവിടെ. പകുതി ഡോസ് നമ്മുടെ വർക്കൗട്ടിന് മുമ്പും പകുതി വർക്കൗട്ടിന് ശേഷവും അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഗൈസ്? ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വെള്ളത്തിൽ ഒരു 250 ml വാട്ടറിന്റെ അകത്ത് ഒരു സ്കൂപ്പ്, ഇത് 5 ഗ്രാമിന്റെ സ്കൂപ്പ് ഉണ്ട്, 5 ഗ്രാമിന്റെ സ്കൂപ്പ് അല്ലെങ്കിൽ 2.5 ഗ്രാം ഉണ്ടെങ്കിൽ 2.5 ഗ്രാമിന്റെ സ്കൂപ്പ്, ഹാഫ് സ്കൂപ്പ് എടുക്കുക, വെള്ളത്തിലിടുക, ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ആൻഡ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷേക്കിലോ ജ്യൂസിലോ അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് നിങ്ങൾ കുടിക്കുന്ന പ്രോട്ടീന്റെ ഷേക്കില്ലേ, പ്രോട്ടീൻ പൗഡറിന്റെ ഷേക്ക്, അതിന്റെ അകത്ത് നിങ്ങൾക്ക് ക്രിയേറ്റിൻ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ഇത് ടേസ്റ്റ്ലെസ് ആണ്, കൂടുതലും അൺഫ്ലേവേർഡ് ആണ് ക്രിയേറ്റിൻ, സോ ടേസ്റ്റ്ലെസ് ആണ്. ഇനി ക്രിയേറ്റിൻ കുറെ ഫോമിലുണ്ട് ഗൈസ്. ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ഉണ്ട്, ക്രിയേറ്റിൻ HCl ഉണ്ട്, പിന്നെ ഇതിന്റെ ബ്ലെൻഡ്സും ഉണ്ട്. കുറെ ബ്രാൻഡ്സ് ഇതിന്റെ ബ്ലെൻഡ്സ്, അതായത് HCl-ഉം മോണോഹൈഡ്രേറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് പോലും ഉണ്ടാക്കുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കാര്യമാണ് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഇത് കുറെ ബ്രാൻഡ്സ്, മിക്ക ബ്രാൻഡ്സും 90% ഓഫ് ദ ബ്രാൻഡ്സ് പ്രൊഡ്യൂസ് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ്. അതും ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് ക്രിയേറ്റിൻ എന്നറിയപ്പെടുന്നത് ക്രിയ പ്യൂർ. ഇവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്രിയ പ്യൂർ ആണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് ക്രിയേറ്റിൻ എന്ന് അറിയപ്പെടുന്നത്. ഓൾറൈറ്റ്, സോ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എസ്പെഷ്യലി ക്രിയ പ്യൂർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആണ്. സോ ഇതിപ്പോ ഓൺ ബ്രാൻഡിന്റെയാണ്, ഒപ്റ്റിമൽ ന്യൂട്രീഷൻ്റെയാണ് ഇത്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റിൽ ഏത് ബ്രാൻഡിന്റെ പ്രൊഡക്റ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പ്രൊഡക്റ്റിന്റെയും അതുപോലെ തന്നെ കുറെ അഫോർഡബിൾ, ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്, കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. പക്ഷേ ബാക്കിയുള്ള സപ്ലിമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവ് കാശാണ് ക്രിയേറ്റിന്. ബട്ട് നിങ്ങൾ ക്രിയേറ്റിൻ തന്നെ കുറെ ബ്രാൻഡ്സിനുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. നമുക്കിത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡിൽ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഓൾറൈറ്റ്, ഓക്കെ. ഇനി ഇതിന്റെ സൈഡ് എഫക്റ്റിലേക്ക് വരാം. സൈഡ് എഫക്ട് ഇതിന് എന്താണ് ഗൈസ്? ഫസ്റ്റ് ഓഫ് ഓൾ കുറെ പേര് പറയും കിഡ്നി ഡാമേജ് ആവും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡീഹൈഡ്രേഷൻ ആവും. ഗൈസ്, നിങ്ങളൊരു ഷിറ്റി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോബ്ലം വരാം. നിങ്ങൾ കുറേ അധികം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോബ്ലം വരാം. നിങ്ങൾ വെള്ളം കുടിക്കാതെ നടക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോബ്ലം വരാം. ഇത് യൂസ് ചെയ്യുമ്പോൾ, ക്രിയേറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് ഹൈ ആയിരിക്കണം. സാധാരണ ഒരു നോർമൽ വ്യക്തി, വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തി മിനിമം 3 liters ഓർ മോർ വാട്ടർ ഡെയിലി കുടിക്കേണ്ടതാണ്. സോ നിങ്ങൾ ക്രിയേറ്റിൻ സപ്ലിമെന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒന്നും കൂടെ കൂടുതൽ നിങ്ങൾ വെള്ളം കുടിക്കണം. മിനിമം ഒരു 4-5 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കണം. 5 liters പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ബിസി ആയിരിക്കും, വർക്ക് കാര്യങ്ങളൊക്കെ, കോളേജും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മേ ബി ടൈം കിട്ടിയെന്ന് വരില്ല. ഡെഫിനറ്റ്ലി 3 to 4 liters എന്തായാലും നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം. കണ്ടിന്യൂസ്ലി സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം വെള്ളം. വെള്ളം ഇൻടേക്ക് ഹൈ ആയിരിക്കണം, അതാണ് മെയിൻ ഇതിന്റെ കാര്യം. അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്ക് നിങ്ങൾ കുടിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ഐ മീൻ വെള്ളം അടിക്കുന്ന പരിപാടി കുറച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതോടൊപ്പം തന്നെ ഗൈസ്, നിങ്ങൾ ഷിറ്റി ഡയറ്റ്, അതായത് ജങ്ക് ഫുഡ്സ് കുറെ നിങ്ങൾ കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് കാരണം വാട്ടർ റിറ്റെയിൻ ചെയ്യുന്നതാണ് ബോഡിയിൽ. അപ്പൊ നിങ്ങൾ ക്രിയേറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിയേറ്റിൻ അല്ല വാട്ടർ റിറ്റെയിൻ ചെയ്യുന്നത്, ക്രിയേറ്റിൻ മസിലിന്റെ അകത്താണ് വാട്ടർ റിറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഷിറ്റി ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ആണ് ഈ വാട്ടർ റിറ്റെയിൻ ചെയ്യുന്നത്. സോ അതും കുറച്ച് കൺട്രോൾ ചെയ്യണം നിങ്ങൾ. സ്ട്രിക്റ്റ് ഡയറ്റ്, ബോയിൽഡ് ഫുഡ് മാത്രം കഴിക്കാനല്ല ഞാൻ പറയുന്നത് ഇവിടെ. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുക, ഭക്ഷണം റിയലി എൻജോയ് ചെയ്യുക, ടേസ്റ്റി ഫുഡ്സ് കഴിക്കുക. എന്നാൽ ജങ്ക് ഫുഡ്സ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓൾറൈറ്റ്, സോ ഇത്രയുമാണ് ക്രിയേറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ഡോസേജും പറഞ്ഞു, സൈഡ് എഫക്ട്സും പറഞ്ഞു. വേറെ പ്രത്യേക സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല ഗൈസ്. ഇത് ടൈമിങ്ങും പറഞ്ഞു. ഇനി എന്താണ്, ബ്രാൻഡ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ, നോ പ്രോബ്ലം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. സോ ഫിറ്റ്നസ്, വർക്കൗട്ട്സ്, ഫാഷൻ, ഗ്രൂമിങ്, ഹെയർ കെയർ, സ്കിൻ കെയർ, ആക്ടിങ്, മോഡലിംഗ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ കാണണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ എത്തും. ഓൾറൈറ്റ്, ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്, സൈനിങ് ഔട്ട്. ഐ ലവ് യു ഓൾ.